ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് റവ വെച്ചിട്ട് നല്ലൊരു അടിപൊളി പലഹാരം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. നല്ല ടേസ്റ്റിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, വെറും 2 ചേരുവകൾ മാത്രമായിട്ട് ഇതിനാവശ്യമായിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായില്ലേക്കാനൊന്നും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ നമുക്കിതാദ്യം തന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 3/4 കപ്പോളം റവ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ റവ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല, ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ റവ എടുത്ത അതേ കപ്പിൽ തന്നെ 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പഞ്ചസാര നല്ല മധുരം ഉണ്ടാവും കേട്ടോ. 1/4 കപ്പ് പഞ്ചസാര നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്താൽ അപ്പോൾ അത്ര മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാരയ്ക്ക് അതിൽ നിന്ന് കുറച്ച് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ 2 ഏലക്കായും ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റവ ചെറുതായിട്ടൊരു തരിതരിപ്പ് ഉണ്ടാവും. അങ്ങനെയാണ് കേട്ടോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ടിയില്ല. ഇനി നമ്മളിത് അവരുടെ പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം നമ്മൾ പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കുക ഇത് രണ്ടും. അപ്പോൾ പാലും ഗീയും കൂടി ഇതുപോലെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അത് പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു റവയും പഞ്ചസാരയൊക്കെ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്നും കൂടി മിക്സാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗീക്ക് പകരം ഓയിലായാലും എടുക്കാം കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇനി ബട്ടർ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മളിത് പൊടിച്ച് വെച്ചതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മിക്സാക്കുമ്പോൾ കുറച്ച് ഒരു ടൈറ്റ് ആയിട്ടുള്ള പോലെ തോന്നും കേട്ടോ. പക്ഷേ നമ്മളിതിങ്ങനെ മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ലൂസായിട്ട് കിട്ടിക്കോളും. അപ്പോൾ പഞ്ചസാര ഇതിൽ നിന്ന് ഇങ്ങനെ മെൽറ്റായി വന്നുകൊണ്ട് നിൽക്കുമ്പോൾ ഇതിങ്ങനെ ലൂസായിക്കൊണ്ടേ നിൽക്കും കേട്ടോ. അപ്പം നമ്മളിനി ഇതിലേക്ക് വെള്ളമോ പാലോ ഒന്നും ചേർക്കേണ്ടിയില്ല. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഈ റവ ഒക്കെ പൊടിച്ചെടുത്ത അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഞാനിപ്പോൾ ഒരു പിടി കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഒരു 8 10 ബദാമും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നല്ല രീതിക്ക് ഫൈനായിട്ട് പൊടിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. നല്ല പൊടിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളിത് കഴിക്കുന്ന സമയത്ത് ഇത് കടിക്കാനൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റിൽ ഉണ്ടാകാൻ. അപ്പോൾ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. ഇനി ഇതിൻ്റെ പകുതി ഈ ഒരു മിക്സിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പകുതി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പകുതി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി നിങ്ങളെ കയ്യിൽ നട്ട്സ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് കുറച്ച് പീനട്ട്സ് ഉണ്ടല്ലോ നമ്മളെ കടല, അതായാലും ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ഉണ്ടല്ലോ അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് വറുത്തിട്ടോ വറുക്കാതെ നമുക്ക് ഇതിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാത്രം എടുക്കാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു നട്ട്സിൻ്റെ പൊടിയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള ആലു റവ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് റെഡിയാക്കിയെടുക്കുന്ന സമയത്ത് ഇതിൽ പാലൊന്നും കൂടിപ്പോകാതെ നോക്കാം കേട്ടോ. ഈ ഒരു രീതിക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് വേണം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു ആവിയേറ്റുന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് സമയം അതിനൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലേക്ക് നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 10 മിനിറ്റ് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിക്കഴിഞ്ഞാൽ സൈഡ് ഭാഗം ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം. അപ്പം നമുക്ക് വൈകുന്നേരമൊക്കെ ചായയുടെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന റവ വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്നൊരു റെസിപ്പിയും കൂടിയല്ലേ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമുക്ക് മറ്റൊരു പിന്നെ കാണാം. ബൈ, താങ്ക് യു.